നടന്മാർക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ പേർ. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ നടി മിനു മുനീർ. നടന്മാർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എവിടെ നിന്ന് തന്നെ എനിക്കതില്ല, പുറകിൽ നിന്ന് ഒറ്റ കെട്ടിപ്പിടുത്ത് തന്നെ. പുള്ളി പെട്ടെന്ന് എൻ്റെ ലിപ്സിൽ എൻ്റെ കൺസെന്റ് ഇല്ല എന്നൊക്കെ കിസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇപ്പോഴും അതെ, അത് നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് തള്ളി മാറ്റി. ആരോപണം നിഷേധിച്ച് മണിയൻ പിള്ള രാജു. അവസരങ്ങൾ കിട്ടാത്തവർ ആരോപണവുമായി വരുമെന്നും മണിയൻ പിള്ള രാജു. നടിയുടെ ആരോപണത്തിന് പിന്നാലെ മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് VD സതീശൻ. കൊല്ലത്ത് മുകേഷിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മുകേഷിനെതിരെ നടപടിയിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം ബിനോയ് വിശ്വം. എതിർപ്പിനിടയിലും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്തിനെതിരെ DGPക്ക് പരാതി നൽകി സിദ്ദിഖ്. ആരോപണത്തിന് പിന്നിൽ അജണ്ട. രക്ഷിതാക്കൾക്കൊപ്പമല്ലാതെ രേവതി സമ്പത്തിനെ കണ്ടിട്ടില്ലെന്നും സിദ്ദിഖ്. നാളെ നടക്കാനിരിക്കുന്ന അമ്മ നിർവാഹക സമിതി യോഗം മാറ്റി. തീരുമാനം മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്ന്. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ കഴക്കൂട്ടത്തെ 13-കാരിയെ മാതാപിതാക്കൾക്കൊപ്പം വിടില്ല. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ തന്നെ തുടരും. അമ്മ മർദ്ദിച്ചതായും വീട്ടുജോലി ചെയ്യിപ്പിച്ചതായും കുട്ടിയുടെ മൊഴി. കുട്ടിക്കും മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പിതാവിനെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ചീപ്പുംപാറ സ്വദേശി ഷാജി ജോർജ് മരിച്ചത് മകൻ രാഹുലിന്റെ അടിയേറ്റ്. തൃശൂർ കേച്ചേരി റോഡിൽ അമ്മയും 10 വയസ്സുകാരിയെ മകളും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. പുറത്തുവിട്ടത് 15 സ്ഥാനാർത്ഥികളുടെ പട്ടിക. സീറ്റ് വിഭജനത്തിൽ നാഷണൽ കോൺഫറൻസ് നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ്. ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ രൂപീകരിച്ച് കേന്ദ്രം. കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്ന കന്നഡ നടൻ ദർശന് VIP പരിഗണന നൽകിയതിൽ നടപടി. പരപ്പാന അഗ്രഹാര ജയിലിൽ 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉണ്ടായത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി.